അപ്പം ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനെ പറ്റി അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ബാക്കിയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളെ കമ്പയർ ചെയ്ത് PT-ക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ? Okay, so basically PT-യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട്. That is first thing, it is faster. ഓക്കെ, ഫാസ്റ്റർ ആണ്. Yes. And faster എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 days എടുക്കും. ദാറ്റ് ഇസ് 48 hours ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതായത് 48 hours-നുള്ളിൽ റിസൾട്ട് കിട്ടും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഓക്കെ. രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫെയറർ ആണ്. ഫെയറർ എന്ന് വെച്ചാൽ ഇത് ഒരു അൺബയസ്ഡ് എക്സാം ആണ്. ഇപ്പോൾ വാട്ട് ഡു യു മീൻ അൺബയസ്ഡ്? സോ ബേസിക്കലി അൺബയസ്ഡ് എന്ന് വെച്ചാൽ ഇതിലൊരു ഹ്യൂമൻ എക്സാമിനർ ഇല്ല. സോ സ്റ്റുഡൻസ് ആകെ ഹ്യൂമൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് സെന്ററിൽ വരുന്ന ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് മാത്രമാണ്. തേർഡ് ആൻഡ് ദ മോസ്റ്റ് അമേസിംഗ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാൻ കാരണം എന്താ, ഇതൊരു സിംഗിൾ സിറ്റിംഗ് 2 hour ടെസ്റ്റ് ആണ്. വിച്ച് മീൻസ് നമുക്ക് 2 hours ആണ് എക്സാം ഉള്ളൂ. വിച്ച് മീൻസ് അറ്റ് എ സിംഗിൾ സിറ്റിംഗ്, അതായത് വൺസ് എക്സാം സെന്ററിൽ പോകുമ്പോൾ എക്സാം സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വിതിൻ 2 hours ഓഫ് ടൈമിൽ നമുക്ക് എൻറ്റയർ എക്സാം തീർക്കാൻ പറ്റും. ഓക്കെ, അതായത് 4 മോഡ്യൂളും 2 hours കൊണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇതിന് ഒരു ബാക്കി എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ സ്പീക്കിംഗ് വേണ്ടി നമുക്ക് വേറെ ദിവസം എക്സാംസിന് പോകേണ്ടി വരും. വേറെ ദിവസം അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ അല്ലേ? എക്സാക്ട്, അത് വേറെ ടൈമിൽ എന്തായാലും പോകേണ്ടി വരും. ആ ഒരു എക്സ്റ്റെൻഡഡ് അവേഴ്സ് എന്തായാലും അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ 4 മോഡ്യൂളുകൾ നമുക്ക് 2 hours-നുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സലന്റ്.